രാവിലെ തന്നെ എന്നാ വിളി? നീ കേട്ടില്ലേ? അതെ, ഇന്നലെ കഴിച്ച ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയുടെ എഫക്റ്റാണ്. ഞാൻ പിന്നെ ഓക്കേണ്ടാ. നമ്മുടെ അച്ഛൻകിടയൊക്കെ എന്തിട്ട് പെടയാണെന്നറിയോ? രാവിലെ എണീറ്റ പെട തന്നെ പെടാ. മൂപ്പയുടെ ഒരു ജാതി സൗണ്ടാണ് ട്ടാ. നമ്മുടെ കല്യാണത്തിന് വന്നില്ല ഒരു ഡോക്ടർ, രാമേന്ദ്രൻ ഡോക്ടർ മണ്ണാർശാലയിൽ നിന്ന്. മൂപ്പയുടെ മെഡിസിൻ കഴിച്ചിട്ട് കുറഞ്ഞത്. എന്നാൽ എട്ടക്കും തല്ലക്കും ചുള്ള രണ്ടെണ്ണം പെട്ടക്കും. പക്ഷെ സ്മെല്ലില്ലാട്ടാ. എല്ലപ്പോ നിങ്ങളെന്നായി പറയുന്നു? വളി ബളിയല്ലോളി, ബളി. ബളിയില്ലേ? സൂര്യന്റെ ബളിയില്ലേ? സൂര്യബളി. സൂര്യന്റെ വളിയാ? സൂര്യന്റെ ലൈറ്റപ്പാ. എന്റെ വടക്കുന്നതാ. നമ്മുടെ തൃശ്ശൂരില് വളി എന്ന് പറഞ്ഞ വേറെ പരിപാടി. വേറൊന്നും സാധനം വേണ്ടെന്ന് പറയട്ടെ? പറ. അന്ന് നമ്മൾ കോഴിക്കോട് അലുവ വാങ്ങിയ തലശ്ശേരി ബേക്കറിയിൽ നിന്ന് കുറച്ച് ഭർത്തായി മേടിക്കുവാ. എന്നിട്ട് ഭർത്തായി? ആരായി ഭർത്തായി? ചിപ്സപ്പാ. സിപ്പപ്പാണാ? സിപ്പപ്പല്ലപ്പാ, ചിപ്സ്. ചിപ്സ് കാവർത്ത നന്നായിട്ടുണ്ട്. പൊന്നു മുളസുല്ലോ, നീ ഒരു കാര്യം ചെയ്തോളൂട്ടാ. ഇനി നിനക്ക് വല്ല സാധനങ്ങൾ വേണമെങ്കിലേ ഈ ഗൂഗിളിൽ നിന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നോളൂട്ടാ. നീ പറയണത് വേറെ ഏതോ റൂട്ടിലാണ് പോണേ. പിന്നെണ്ടല്ല, ആടുന്ന് അണ്ടി വാങ്ങണേ. ആടുന്ന അണ്ടി? എന്തിനാ ഇവക്ക് ആടുന്ന അണ്ടി? ഇതെന്തിട്ട് സാധനം ആടുന്നണ്ടി? എന്തിട്ടത് ആടുന്ന അണ്ടി? എന്തിട്ട് ചവച്ചോണ്ടിരിക്കുന്നത്? എപ്പം നോക്കിയാലും ഇതിന് എന്തിട്ട് സാധനം ഇത്? ഞാനിവിടെ ജോലി ഇല്ലാണ്ട് വെറുതെ തിന്നിരിക്കുവാന്നല്ലോ അല്ലെ? എനക്കിനി ഒന്നും വേണ്ട, എനക്കെല്ലാം മനസ്സിലായി. എനക്കിനി ഒന്നും വേണ്ട ഇവിടെ. അതെ, ഞാനേ സൊല്ലു മോശമായി. എന്തോ കഴിക്കണ സാധനമാണ്. ബേക്കറിയാണ്, ബേക്കറി സാധനമാണ്. എന്നിട്ടിപ്പോൾ ചെയ്യാ? ആ തലശ്ശേരി ബേക്കറിയിൽ വിളിച്ചു പറഞ്ഞാലോ? മോനെ സുമേഷേ, എന്തിട്ട പരിപാടി? ചിപ്സ് ഉണ്ടാ? കാവർത്ത് 1 kg. പിന്നെ നമ്മുടെ ഈ ആടുന്നണ്ടി തൂക്കത്ത് പറയണോ അല്ല എണ്ണത്ത് പറയണോ? എണ്ണത്ത് പറയാം. ഒരു 2 അല്ല 3 എണ്ണം വെച്ചോളൂ. ഒരു 3 ആടുന്നണ്ടി.